പാനൂരിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ SFI MSF സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലും പെട്ട 6 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പാനൂർ ലീഗ് ഓഫീസിന് മുന്നിലാണ് SFI MSF പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്ന MSF പ്രവർത്തകരെ SFI പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു അത്രേ. കഴിഞ്ഞ ദിവസം ഇവിടെ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു സമാധാന യോഗം വിളിച്ചിരുന്നു. അതിലെടുത്ത തീരുമാനപ്രകാരം MSFന്റെയും KSUവിന്റെയും ആളുകൾ വിജയിച്ചാൽ അവർ പാനൂർ ഹൈസ്കൂളിൽ നിന്ന് നേരെ പാനൂർ ലീഗ് ഹൌസിലേക്കും SFIയുടെ ആളുകൾ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കും പോകണം എന്നതായിരുന്നു ധാരണ. വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിച്ചിട്ട് പോലും ആ ധാരണ ഞങ്ങൾ തെറ്റിച്ചില്ല. നേരെ ഞങ്ങൾ ആ പ്രകടനവുമായി ഇവിടെ വരികയാണ്. പ്രകടനം കഴിഞ്ഞ് ഓഫീസിനകത്ത് ആ കുട്ടികൾക്ക് സ്വീകരണം കൊടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് ഈ ക്രിമിനൽ സംഘം പാനൂർ ഫെഡറൽ ബാങ്ക് മുതൽ അങ്ങോട്ട് നമ്മുടെ കുട്ടികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. എന്നാൽ MSF പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് SFI ആരോപിച്ചു. SFI മികച്ച വിജയം നേടിയതിൽ വിറളികൊണ്ടിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പാനൂരിന്റെ പരിസരത്തു നിന്ന് വന്ന കുറച്ച് ക്രിമിനലുകളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും ചേർന്ന് വഴിയെ പോകുന്ന SFIയുടെ നേതാക്കന്മാരെ തടഞ്ഞു നിർത്തുകയും ഭീകരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന നിലയുണ്ടായി. അത് തടയാൻ ചെന്ന DYFIയുടെ പ്രവർത്തകരെയും CPMന്റെ നേതാക്കന്മാരെയെല്ലാം ഈ ലീഗിന്റെ ക്രിമിനൽ സംഘം വളരെ ഭീകരമായി മർദ്ദിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. SFIയുടെയും DYFIയുടെയും നിരവധി പ്രവർത്തകർക്ക് ലീഗിന്റെ ക്രിമിനൽ സംഘത്തിന്റെ ഇടയിൽ നിന്ന് ഭീകരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലുമുള്ള 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ MSF പ്രവർത്തകരായ 3 പേരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും പരിക്കേറ്റ 3 SFI പ്രവർത്തകരെ പാനൂർ ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് UDSF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പോലീസ് എത്തിയിട്ടും ഉപരോധം തുടർന്നതോടെ പോലീസ് ലാത്തി വീശി. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CK നജാഫ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.